ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക ഹിന്ദിയിൽ ഇന്ന് റിലീസിനെത്തിയിരിക്കുകയാണ്. ഏറെയും നമ്മൾ കാത്തിരിക്കുന്നത് അവിടുത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തും ഹെവി പോസിറ്റീവ് തന്നെയാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹിന്ദി വേർഷൻ എത്താൻ വേണ്ടിയിട്ട് ഹിന്ദിക്കാർ ഉൾപ്പെടെ ഒരുപാട് പേർ കാത്തിരുന്നൊരു കാര്യമാണ്. എന്താണ് സിനിമയ്ക്ക് സോഷ്യൽ മീഡിയ മാത്രമല്ല മൗത്ത് പബ്ലിസിറ്റിയിലും ഹെവി ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാവുന്ന ലെവലിലാണ് നിൽക്കുന്നത്. ഇനി കളക്ഷൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. നമുക്ക് ആദ്യം പ്രീസെയിൽ ലഭ്യമായ കാര്യങ്ങൾ പറയാം, പിന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കളക്ഷൻ്റെ ഡീറ്റെയിൽസ് വരെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ആ ഒരു സബ്സ്ക്രിപ്ഷൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താം. 60,000 എത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാനാണെന്ന് വെച്ചാൽ അതൊന്നുമല്ല, അതൊരു സന്തോഷം എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത്, നമുക്ക് ലഭ്യമായ ഇന്നത്തെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏകദേശം 81 ഷോകളുടെ ആണ് നമുക്ക് പ്രീസെയിൽ ലഭ്യമായിരിക്കുന്നത്. 1400ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയ്ക്ക് മൊത്തത്തിൽ ലഭിച്ചിരിക്കുന്നത് 4,65,000 രൂപയാണ് എന്നുള്ളതാണ് നമുക്ക് പ്രീസെയിലൂടെ മാത്രമായി ലഭിച്ചിരിക്കുന്ന കണക്കുകൾ. ഇന്നലെ വരെ നമുക്ക് ലഭിച്ചിരുന്നത് ഇത് 2,80,000 ആയിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് 4,50,000. പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മികച്ച സിനിമയാണ്. പക്ഷേ ഹിന്ദി ബെൽറ്റിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ പ്രകടനം നടത്തുന്നു എന്നുള്ളത് നമുക്ക് കണ്ടിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇന്ന് ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ പ്രകാരം ആകെ കിട്ടിയിരിക്കുന്നത് 8 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ നേടിക്കഴിഞ്ഞു മോർണിംഗ് സെക്ഷനിൽ തന്നെ എന്നുള്ളതാണ് നമുക്ക് ഉറപ്പായി കിട്ടിയിരിക്കുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ട്. അതിൻ്റെ മുകളിലേക്ക് കയറട്ടെ. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നാൽ തന്നെ അതൊരു മികച്ച ഓപ്പണിംഗ് എന്ന് തന്നെ പറയാം. ഇത് സാധാരണ നമ്മൾ 1 കോടി 2 കോടിയൊന്നും കിട്ടുന്ന ലെവലിൽ ആദ്യമേ ചിന്തിക്കാൻ പാടില്ല. ചിലപ്പോൾ കിട്ടാം, കിട്ടില്ല എന്നൊന്നുമല്ല. പക്ഷേ ഇവിടുന്ന് പയ്യെ കത്തിക്കോളും എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവുമില്ല. ഈ ഒരു സിനിമ നമുക്കറിയാം, ഇവിടെ മലയാളത്തിൽ നിന്ന് ചെന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദിയിൽ വിപ്ലവം സൃഷ്ടിച്ചേക്കുന്ന ഒരേ ഒരു സിനിമയുണ്ട്. അത് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോയാണ്. 10 കോടിയോളമാണ് ഹിന്ദിയിൽ നിന്ന് ഈ സിനിമ നേടിയിരിക്കുന്നത്. പെൻ സിനിമാസ് അവിടുത്തെ വമ്പൻ ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ് ഈ ഒരു സിനിമ എടുത്തേക്കുന്നത്. അവരുടെ 2ഓളം സിനിമകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പരംസുന്ദരി എന്ന സിനിമ അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതിനിടയിലാണ് ലോക ചെല്ലുന്നത്. ലോക നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമുക്ക് ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പലയിടത്തും ടിക്കറ്റുകൾ അവൈലബിൾ ആയിട്ട് തന്നെയാണ് ഹിന്ദിയിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന. ചില സ്ഥലങ്ങളിൽ ഹിന്ദി വെർഷന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓറഞ്ച് അലേർട്ട് വന്നു തുടങ്ങുന്നു എന്ന സന്തോഷ വാർത്തയാണ്. പ്രത്യേകിച്ച് മുംബൈയൊക്കെ നോക്കുമ്പോൾ 1-2 സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു ഓറഞ്ച് അലേർട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ല ഓപ്പണിംഗ് ആയിട്ടാണ്. ഒരുപാട് തിയേറ്ററുകളൊന്നും നമ്മൾ കാണുന്നില്ല. ബോംബെയിൽ ഏകദേശം 10-30 അല്ലെങ്കിൽ 50 ഷോ ഒക്കെയാണ് നമുക്ക് മാക്സിമം നമുക്ക് കാണാൻ കഴിയുന്നത്. മലയാളം വെർഷന് ബോംബെയിലും മികച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നും പല സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരുപാട് മലയാളികൾ തന്നെ ആയിരിക്കാം നമുക്ക് അവിടെ ഈ ഒരു സിനിമ കാണുന്നത് എന്നുള്ളതാണ്. അഹമ്മദാബാദിലുമൊക്കെ നമുക്ക് ഈ ഒരു സിനിമയുടെ അങ്ങനെ തന്നെയാണ് മലയാളത്തിൽ കാണുന്നത്. മറ്റേ ഹിന്ദി വെർഷൻ ആണെങ്കിൽ ഒരു 6ഓളം ഷോകളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്, ഈവനിങ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ തന്നെ ഗ്രീനാണ്. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇന്ന് 25 ലക്ഷം രൂപയെങ്കിലും നേടുമെന്നുള്ളത്. എന്തായാലും സിനിമ 10-നും 15-നും ഇടയിലേക്ക് നേടുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ 8 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഹിന്ദിയിൽ ഒന്ന് ആളിക്കത്തുകയാണെങ്കിൽ അതൊരു അന്യായ തൂക്കും. ഇതിനോടകം തന്നെ ഇന്ന് കേരളത്തിൽ ഒട്ടും തന്നെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഷോകൾ കൂട്ടി 420-ന് മുകളിലുള്ള ഷോകളെത്തി. എന്നിട്ട് പോലും സിനിമയ്ക്ക് ഇവിടെ ഇന്ന് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യം. കാരണം നാളത്തേക്ക് വരെയുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഓൾറെഡി കംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യങ്ങളിൽ തന്നെയാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ന് പ്രീസെയിലൂടെ മാത്രം കിട്ടിയത് 3.5 കോടിക്ക് മുകളിലാണെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേക്ക് 6 കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതിനും നമുക്ക് ഉറപ്പാണ്. അപ്പോൾ എക്സ്ട്രാ ഷോസൊക്കെ ഇന്നും ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ 500-ന് മുകളിലുള്ള അല്ലെങ്കിൽ 600-നടുത്തേക്കുള്ള സ്ക്രീനുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ള ഒരു വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അത്രത്തോളം ഹ്യൂജ് ഡിമാൻഡാണ് സിനിമ. ഇതിനോടകം തന്നെ 110 കോടി കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. ഇന്നത്തോടെ സിനിമ 125 കോടി കയറുമെന്നുള്ളതാണ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്ന കണക്കുകൾ. ഈവനിങ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം. എന്തായാലും ഹിന്ദി ബെൽറ്റിലും ലോങ് റൺ തന്നെ ആയിരിക്കും സിനിമയ്ക്കെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഗ്രേറ്റ് മീഡിയാസ്.